ഒന്നേ ആയുള്ളൂ. കൊടു എറിഞ്ഞു കളിക്കാനല്ല ചപ്പാത്തി ചൂടാൻ ഉണ്ടാക്കിയത് അത്. അതെ കണ്ടോ എന്റെ ഫിംഗർ, എനിക്ക് 6 കൈയുണ്ട്. ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും വന്നുട്ടോ. ആദ്യക്കൂട്ടവര് വന്നു, മോനസ് വന്നു, കൊടു പിന്നെ എവിടെ ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പൊ ഇനി ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ കാണാം. ഇവിടെ തുടങ്ങിട്ടോ. ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ കുക്കർ ആരാന്നറിയോ? ഒന്ന് പണി വെച്ച് നോക്കിക്കാടാ. കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ കണ്ടിട്ട് ഇവരെ മുടിയൊക്കെ വെട്ടാനായിട്ടോ. ഞാൻ ഇവരെയൊക്കെ മുടി വെട്ടാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണേ. ഇപ്പം കറിയിലേക്ക് ചാടും. കറീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ചിരിക്കണോ. ഞാനിവിടെ മീൻ നന്നാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ മീൻ മത്തി അവർക്ക് ഇറച്ചിയുണ്ടേ. ഞാൻ പറഞ്ഞു കുറച്ച് മീൻ വാങ്ങിക്കോട്ടോന്ന്. അപ്പോൾ മത്തി നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ. എൻ്റെ കഴിഞ്ഞു. രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട്. എല്ലാം വാരി വലിച്ചിട്ടോ. വന്ന് തുടങ്ങി യുദ്ധം. ഇതാ പഴം തിന്ന് കഴിഞ്ഞോ? ഇല്ല, ആരാ ഒരാൾ തിന്നിട്ടില്ല. കൂടെ തിന്നോ? കൂടെ തിന്നതാ. ആദ്യക്കുട്ടനോ തിന്നോ? ആരൊക്കെ തിന്നാത്തെ? തിന്നില്ല രണ്ടാളും. ആരോ തിന്നിട്ട് ആരോ തിന്നാതെ ഉണ്ട്. തീ കുറച്ചാൾ ഞമ്മ വരാം. അപ്പോൾ ഇറച്ചിയിലേക്കുള്ള ഉള്ളി അവൻ വാട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളി അതിനകത്ത് ഒന്നുമില്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി മീറ്റ് മസാല ഇട്ടിട്ട് അപ്പോൾ അതാവും ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ടോ. ഞങ്ങൾ മുടിയൊക്കെ വെട്ടാനും ഒന്ന് പുറത്തൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നേ. ആദ്യം നിനക്ക് അതാ നീ തിന്നത്, നിനക്ക് എരിയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി വെള്ളം എടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. അതാ വെള്ളം എടുത്ത് വെച്ചിട്ട് നിനക്കാണാവും വെള്ളം. എന്നോട് കുറേ നേരമായി ചോദിക്കുന്നു ആദിക്ക് വെള്ളം. ആ കൊടുവിന് എരിയുന്നില്ലല്ലോ. നിങ്ങളൊക്കെ എഴുന്നേറ്റിട്ട് ആ വിരിയൊക്കെ നേരെയാക്കി വെച്ചേ പോവാ. ദേവുട്ടീൻ്റെ അടുത്ത് പോവാ. ആ മുടി വെട്ടണേ. മുടി വെട്ടിയിട്ട് ഇന്ന് എല്ലാത്തിനും ഞാൻ കോലം തിരുത്തും. ആ തലയും മുടിയും കിടക്കുന്ന കണ്ടില്ലേ. ആ കുടു വെള്ളമൊക്കെ കുടിച്ച് തിന്ന പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചേടാ. ആദ്യം മോനിച്ചോട് നേരിട്ട് ആ തിന്ന പാത്രമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അടുക്കളയിൽ കൊണ്ടൊക്കെ തിന്നിട്ട് അതേപോലെ പാത്രം അവിടെ വെച്ചേക്ക്. വേഗം എടുത്തോണ്ട് പോകും. ഇതങ്ങ് ശരിയാക്കിയാലോ. ഇപ്പം എണ്ണ വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് കണ്ടോ, ഇത്രയായിട്ടോ. അങ്ങനെ അലക്കും പണികളെല്ലാം കഴിഞ്ഞു. കറിയായി. മീനും കറി വെച്ചു, ചോറ് വെച്ചു, ഇറച്ചി ഉണ്ടായിരുന്നു. അതെല്ലാം കറി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എനിക്ക് തോന്നുന്നു 11 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് 10:30 ആയപ്പോൾ 10:30 11 മണിയാണോ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. മുടി വെട്ടാൻ ഫസ്റ്റ് ടൈം മുടി വെട്ടാൻ ഓർത്തു. അങ്ങനെ മുടിയെല്ലാം വെട്ടിയിട്ട് വേണം. ഇന്ന് ഞങ്ങളുടെ ദേവുട്ടീൻ്റെ പിറന്നാളാണ്, അതായത് ഏട്ടൻ്റെ മോളെ പിറന്നാൾ. അപ്പോൾ ദേവുട്ടീൻ്റെ അടുത്ത് പോവാം. പിന്നെ മുടിയെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് സമയം പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അങ്ങനെ ചെന്ന് ഞങ്ങൾ കൂടരഞ്ഞിയിലുള്ള സലൂണിൽ കയറി. ടിപ്പ് ടോപ്പ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവിടുന്ന് പറഞ്ഞാൽ 2-3 വർഷമായിട്ട് ഞങ്ങൾ അതായത് കൊറോണ തുടങ്ങിയ ആ വർഷം തൊട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം വരെ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു വെട്ടൽ. എല്ലാവരും മുടി, ആദീൻ്റെയും മോനൂസിൻ്റെയും പിന്നെ ചേട്ടൻ്റെ മുടി വരെ ഞാൻ തന്നെ ആയിരുന്നു കട്ടർ വെച്ച് വെട്ടൽ. അത് കാരണം തന്നെ മുടീൻ്റെയൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഒപ്പിച്ച് എന്താണെങ്കിലും വെട്ടാൻ പഠിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചായല്ലോ കേട്ടോ ഇങ്ങനെ ബാർബർ ഷോപ്പിൽ പോയി വെട്ടാൻ തുടങ്ങിയിട്ട്. കാരണം കട്ടർ കേടായി കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങിയ കട്ടറൊന്നും ആ പഴയ കട്ടറിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ വീണ്ടും ഞങ്ങൾ ബാർബർ ഷോപ്പിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ മുടി ഒന്ന് വെട്ടി ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം എന്നുള്ള ഇതിലാണ് പോയത്. ആ കൊടു അതിനവിടെ എന്താ പറയുക,
അവിടെ കയറിയിട്ട് പരമാവധി അവൻ്റെ ഏരിയ കവർ ചെയ്തു കേട്ടോ. എന്തെല്ലാം ഉണ്ടോ എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവിടെയൊക്കെ അവൻ കയറി. എന്നെ ദൈവം സഹായിച്ചിട്ട് ആ ബാർബർ ഷോപ്പിലെ ചേട്ടൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് പിന്നെ അതുമില്ല വേറെ തിരക്കൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് വേറെ അധികം ആളുകളും അതുകൊണ്ട് പിന്നെ ആദ്യകുട്ടൻ്റെ മുടി മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഈ കുടുവിൻ്റെ മുടി ഞങ്ങൾ ഇതുവരെ ബാർബർ ഷോപ്പ് കൊണ്ടുപോയി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ മുടി വെട്ടാൻ കണ്ടില്ല, അവൻ പിണങ്ങിയിരിക്കുകയാണ്. മറ്റൊരു രണ്ടാളും വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ കുടുവിൻ്റെ മുടി വെട്ടാ കുടുവെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്താൽ വരില്ല, അവനില്ല കുടുവിൻ്റെ മുടി വെട്ടണ്ടെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്തു, മടിയിൽ വെച്ചിട്ടും ഇരുന്നിട്ടും മടിയിലിരുത്തി കുറേ എൻ്റെ തോളത്ത് കിടത്തിയൊക്കെ ആട്ടോ മുടി വെട്ടിയത്. അവൻ്റെ എന്ത് ചെയ്ത് അവൻ സമ്മതിക്കില്ല. ഇവിടുന്ന് തന്നെ മുടി വെട്ടുന്ന സമയത്ത് അവന് ലേശം വെട്ടുമ്പോഴത്തേക്ക് അച്ഛേ ചൊറിയുണ്ട്, അമ്മ ചൊറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മുടി വീഴാൻ അവൻ സമ്മതിക്കൂല കേട്ടോ. ഇതുണ്ടല്ലേ പോക്കിരി ഇരുന്ന് ചിരിക്കണേ. എവിടെ ഈ ഇരുത്തൊരു എനിക്ക് ഒന്ന് കുറഞ്ഞ സമയം മാത്രമേ ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ആ തുണിയെല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞ് ഏതായാലും വേണ്ടിയില്ല ഒരു വിധത്തിൽ ഒപ്പിച്ചു കേട്ടോ. ബ്ലേഡ് കൊണ്ടൊക്കെ എങ്ങനെയോ ആണ് വടിച്ച് റെഡിയാക്കിയത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ പാട് ഷൂ കണ്ടില്ലേ എടുത്തിട്ട് പുറത്തോട്ടിട്ടു. പിന്നെ അവിടുന്ന് ആദ്യകൂട്ടൻ ആ കമ്പീൻ്റെ മുകളിൽ നിന്നൊക്കെ തൂങ്ങി. ആദ്യകൂട്ടനെ ആ ചേട്ടൻ കടയിൽ എന്ത് ചെയ്തു, കമ്പി അതിൻ്റെ അവിടുന്ന് ഏതായാലും വേണ്ടിയില്ല എങ്ങനെയൊക്കെ എടുത്തു. കമ്പിയെ പിടിച്ച് അപ്പുറത്തേക്ക് വെച്ചിട്ട് അവൻ്റെ കാലുകൊണ്ടൊക്കെ തന്നെ കൈകൊണ്ടോ കാലുകൊണ്ടോ എന്തൊക്കെയോ കാട്ടി അവൻ്റെ ചെരുപ്പ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും വണ്ടി കയറ്റം കയറുന്നില്ല. പുന്നക്കലെത്താനായപ്പോൾ അതാ വണ്ടി കയറ്റം കയറുന്നില്ല. ഞങ്ങൾ ദേവൂട്ടീൻ്റെ അടുത്ത് പോവാം. ദേവൂട്ടി ഉള്ളത് ഇവിടെ തോട്ടുമുഖത്തല്ല കേട്ടോ, അവള് അമ്മമ്മ വീട്ടിൽ പോയതായിരുന്നേ. ഇവരൊക്കെ തോട്ടുമുഖത്തായിരുന്നല്ലോ ആദ്യക്കുട്ടനൊക്കെ. അവിടെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കടുത്ത വേനലായില്ലേ, വെള്ളമില്ല കേട്ടോ. ഈ വണ്ടി വെള്ളവും ഒക്കെയാണ് ആശ്രയം. അപ്പോൾ ഈ മക്കളെല്ലാവരും കൂടിയാകുമ്പോൾ നിൽക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരും പിന്നെ പുന്നക്കലോട്ട് അവരിങ്ങോട്ടും അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇവരിങ്ങോട്ടും പോന്നതാണ്. അപ്പോൾ ദേവൂട്ടീൻ്റെ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവൂട്ടീൻ്റെ ഇന്നത്തെ പിറന്നാളിന് പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ആ പായസമൊക്കെ എല്ലാവരും കഴിച്ചു. ഇതാ ഞങ്ങളെ ദേവൂട്ടി അതാട്ടോ, കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ദേവൂട്ടിയാണ്. അപ്പം പിന്നെ ഇവർ കുറേ കളിച്ചു കേട്ടോ എല്ലാവരും കൂടെ. ദേവൂട്ടീൻ്റെ കൂടെ അവരെല്ലാവരും കൂടെ അവിടെ മരത്തിൻ്റെ മുകളിലും അവിടെ ഇവിടെയും കയറി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കൊടുവിന് ദേവൂട്ടീനെ കിട്ടിയാൽ മതി കേട്ടോ. ദേവു ആണെങ്കിൽ ചോറ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും തീറ്റാനും നോക്കാനൊക്കെ അവൾ മിടുക്കിയാണ്. അപ്പോൾ അതുപോലെ കൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ അവളങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ കൈ ഒഴിഞ്ഞു കേട്ടോ. അപ്പം ചേച്ചീൻ്റെ ഏട്ടനും ഏട്ടത്തിയും മക്കളും അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അതാ കണ്ണനും മോനൂസും കൂടും കൂടെ ഊഞ്ഞാലാടുന്നു. ഇതാണ് ദേവക്കുട്ടി, ഞങ്ങളെ പിറന്നാൾ കുട്ടി. അങ്ങനെ ഞങ്ങളെ ദേവക്കുട്ടിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാനാട്ടോ കൂട്ടുകാരെ. ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ, ഇന്നലെ ആയിരുന്നു കേട്ടോ, ഞായറാഴ്ച ഇന്നലെയല്ല, ഇന്നലെ ആയിരുന്നു പിറന്നാൾ. ഇതിപ്പോൾ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നലെയെന്നും പറയാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇന്നലേൻ്റെ തലേന്ന് പറയണം. അങ്ങനെ എന്താണെങ്കിലും ഇതാ പിള്ളേരെല്ലാവരും കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഉള്ളൊരു അവസ്ഥ, ആ വണ്ടി കയറ്റം കയറാതെ വന്നപ്പോൾ ഞാൻ പരമാവധി അവരോട് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാടാ, പറ്റുന്നില്ല, വണ്ടി ചവിട്ടി കയറ്റാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ അവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ആ വണ്ടി വല്ലാത്തൊരു എന്താ പറയുക ചതിയുടെ കഥയുണ്ട് കേട്ടോ അതിൻ്റെ പിറകിൽ, ആ വണ്ടീൻ്റെ പിറകിൽ. അതിപ്പം ഞങ്ങളിവിടെ നമ്മളെ കൂടഞ്ഞി തന്നെയുള്ളൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുക്കുകയായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ദേവുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു ദേവുനോട് കൊടുവിന് കേക്കിട്ടി. അതന്നെ അമ്മച്ചന് അമ്മമ്മയ്ക്ക് ആദ്യകൂട്ടന് എല്ലാവർക്കും കിട്ടിയോ?
ഇത് മറ്റേ മുറുക്കി ദേവു അതുകൂടെ മുറുക്കി കുടുവിന്റെ കേക്കും കൂടെ മുറിച്ച് കുടുവിനെ പിടിച്ചു കുടിച്ചോ കയ്യല്ലേ കുടി കുടുവിനെ കൂടെ കൈ പിടിപ്പിടി കുടുവിനെ കൈ അതെ കൊച്ചിനോട് മുറിപ്പിക്കടി പറഞ്ഞ മുറിപ്പിക്കുന്നു കുടുവിനെ കൊടുക്കടി കൊണ്ട് കൈ ശരിയാ അവനെ കൂടെ മുറിപ്പിക്കും ഹാപ്പി കുടുവിന്റെ ബർത്ത്ഡേ ആണെന്ന് കുടു ഹാപ്പി ബർത്ത്ഡേ അതെല്ലാരും മുറിച്ചോ അതെ ബർത്ത്ഡേക്കൊക്കെ ഇടാം ചേ ഒരു കേക്ക് വെച്ചിട്ട് എല്ലാരും മുറുക്കി എന്നിട്ട് എല്ലാരും ബർത്ത്ഡേക്ക് ഇടുക മുറുക്കി മേടിക്കണല്ലോ അമ്മമ്മക്ക് കൊടുത്തു ഞാൻ രണ്ട് കണ്ണിലാക്കണം നിൽക്കോ ഞങ്ങള് വീഡിയോ എടുക്കാം അത് നീ ഇട്ടോ ആയുള്ളൂ അയ്യോ അയ്യോ കണ്ണു തുറക്കുന്നില്ല ഇവിടെ ഇളനീർക്കുഴമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ണിലൊഴിച്ചു. ഈശ്വര പിടുത്തം വിട്ടുപോയിട്ട് എൻ്റെ ദൈവമേ, എരിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും വേണ്ടില്ല. കുറേ നേരം പിള്ളേരെ കൂടെ കളിയും ഡാൻസ് കളിയും മയിലിലൊക്കെ നടന്ന് മക്കൾ കുറേ മാങ്ങയൊക്കെ എറിഞ്ഞ് അടിച്ച് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. മലയിൽ പുന്നക്കലാണേ, അവിടെ എല്ലാം ഉണ്ട്, ചക്കയും മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ കുറേ മാങ്ങയൊക്കെ എറിഞ്ഞ് അടിക്കുന്നു, തിന്നുന്നു കുറേ പേര്. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോൾ 2:30 ആയപ്പോൾ 2:45 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പോന്നു കേട്ടോ. അങ്ങനെ അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പോരാൻ നേരത്ത് അവിടെ ഒരു ചക്ക കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പുളി വെച്ചൊരു ചക്ക കഷ്ണം ഉള്ളത് ഞങ്ങൾക്ക് തന്നു വിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, അങ്ങനെ ദേവൂട്ടീൻ്റെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഞങ്ങൾ ദേവൂട്ടിക്ക് വേണ്ടി വേറെ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗിഫ്റ്റായിട്ട് ഡ്രസ്സോ അങ്ങനെയൊന്നും വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാ ദേവുവിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടു ടാറ്റ ഉമ്മയൊക്കെ പറഞ്ഞ് പോവുകയാണേ. അങ്ങനെ വരുന്ന വഴി നേരെ അയൽക്കൂട്ടം സംഘം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് എത്തി കേട്ടോ. നമ്മൾ വരുന്ന വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിരുന്നു ഞങ്ങൾ SNDP ഉള്ളത്. പിന്നെ അവിടെ തന്നെ കയറി സംഘത്തിലൊക്കെ കൂടി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ സംഘത്തിൻ്റെ വാർഷികമായിരുന്നു കേട്ടോ. വാർഷികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് മുറിച്ചതിൻ്റെ ഓരോ പീസൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടി. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സംഘമൊക്കെ കൂടി അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തിയ പാടിതാ ഇവർ കളിക്കാൻ പോയി കേട്ടോ. നമ്മളെ പുറകിൽ ഇപ്പോൾ ഇങ്ങനെ മണ്ണിട്ട് നിരത്തി ഇതായപ്പോൾ ഇവർക്ക് കളിക്കാൻ നല്ല സൗകര്യമായ എപ്പോഴും ഇവർ കളിയാട്ടോ. അങ്ങനെ ആ വൈകുന്നേരം ആയപ്പം പിന്നെ ജോയിൻ ചേച്ചിയും പിള്ളേരും വന്നു. ഞങ്ങൾ തിരുവാതിര ഡാൻസ് സ്കൂളിലേക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉണ്ട് തത്തമ്മ, ചേച്ചിൻ്റെ മോളാണ് അവൾ. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ വീഡിയോയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിയാണ്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. പുള്ളി ഞാൻ നോക്കുന്നൊന്നും അവൾ കാണുന്നില്ല കേട്ടോ. അവൾ ഏതോ പാട്ട് വെക്കുന്നു, അതിനനുസരിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് വന്നു ഞങ്ങൾ. അതൊക്കെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ, അവിടുന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ. പിന്നെ രാത്രിക്കത്തേക്ക് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കുഴച്ച് ചപ്പാത്തി ഇട്ടു കേട്ടോ. കാരണം ഇത്തിരി കൊളസ്ട്രോൾ കൂടുതലുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ പേടിയായി. ചോറ് തീറ്റ ലേശം കുറയ്ക്കാമെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ പിന്നെ ചപ്പാത്തി പണിയൊക്കെ ഭയങ്കര പാടാട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനല്ല, കാലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടേ, ഈ വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ട് കാലിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിൽക്കുന്ന പരിപാടി. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ വിശേഷങ്ങൾ ചുരുങ്ങിയ രീതിയിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ വീഡിയോ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു പോയിട്ടോ. അപ്പോൾ എൻ്റെ പറയാനുള്ളത് മാറിപ്പോയി.
എന്താ പറയുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒരു ലൈക്ക് തരിക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇത് ഓക്കമ്മ. ദോശക്കല്ലല്ല, ഇന്ന് ഞാൻ ദോശക്കല്ലല്ല കേട്ടോ വെച്ചത്. ദോശക്കല്ല് വെച്ചാൽ മതിയായിരുന്നു. അപ്പോ മതി. ഇത് ഓക്കമ്മ. വലിയുണ്ടോ ചെറിയുണ്ടോ? സാറില്ല, ഞാൻ ശരിയാക്കിക്കോളാം. എന്റെ കുഞ്ഞമ്മ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. കൂണ്ടുണ്ട്, അമ്മ ചപ്പാത്തി ഉണ്ടാക്കിട്ടേ. അപ്പൊ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ അറിയില്ല, ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടു എല്ലാവർക്കും താങ്ക് യു പറ. എന്റെ മോന്തയിൽ ഇങ്ങനെ പറിച്ചേക്കണം. കൂടു എല്ലാരോടും താങ്ക് യു പറ. താങ്ക് യു പറ. ആ താങ്ക് യു. ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കുക. ആ അപ്പൊ ഉണ്ടാക്കാന് ചപ്പാത്തി. എല്ലാരോടും താങ്ക് യു പറ. നീ താങ്ക് യു പറ. നാളെ വരാ പറ.